ആന്യ എന്തോ സൂപ്പർ. താങ്ക് യു. ആ കാട്ടിൽ ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? അതെ, അത് ഇങ്ങനെ ആവാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്, അത്രേ ഉള്ളൂ. ഓ, ഇതെപ്പോ പഠിച്ചു? ഇത് എനിക്ക് 6 വയസ്സ് തൊട്ടറിയാം. എൻ്റെ ഒരു ടെന്നീസ് ക്ലാസ്സിൽ പോയായിരുന്നു. അപ്പൊ ആ കാർട്ട് വീൽ എക്സസൈസ് ആയിട്ട് ചെയ്യായിരുന്നു. അപ്പൊ ഞാനൊരു സാധനം പറയാം. എനിക്ക് ജിംനാസ്റ്റിക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ക്ലാസ്സിലൊക്കെ പോവായിരുന്നു. അപ്പൊ അവരാ എന്നെ പഠിപ്പിച്ചേ. അപ്പൊ നമ്മള് ഈ ക്ലാസ്സിൽ പോകുന്ന സ്ഥലത്തിൽ പോയി. അപ്പൊ അവിടെ നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ടു. പഠിക്കാൻ പോയി. നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ടു, ഈ ടീച്ചേഴ്സിനെ ഒക്കെ പരിചയപ്പെട്ടു. പിന്നെ ലാസ്റ്റില് ഒരു ഫോം ഉണ്ടായിരുന്നു. അതിൽ എഴുതിയേക്കായിരുന്നു ഒരു കൈയും കാലും ഓടിക്കാനൊരു ചാൻസ് ഉണ്ട്, പിന്നെ പാരാലിസിസിന് പോലും ചാൻസ് ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് അപ്പ പറഞ്ഞു, നമുക്കേ ഇവിടെ നാളെ വരാം. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയപ്പം അപ്പ പറഞ്ഞു, ജിംനാസ്റ്റിക്സും വേണ്ട, ഒരു കുന്തവും വേണ്ട. അങ്ങനെ പറഞ്ഞു അല്ലേ? അത് പേടിച്ചിട്ടായിരിക്കും. നീ അതൊക്കെ ചെയ്ത് വല്ല കൈയും കാലിനൊക്കെ എന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പക്ഷെ സൂപ്പർ ആയിട്ട് ചെയ്തു. ഹരിച്ചേട്ടാ. ആന്യ, എന്തോ മോളിതൊരു ഗംഭീര സോങ് ആണ്. ആർ.ഡി. ബർമൻ സാറിന്റെ ഒരു ഹിറ്റ് സോങ്. ഇപ്പോഴും ആൾക്കാർ ഹിന്ദിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സോങ് ആണ്. ലതാജിയുടെ സിംഗിങ് അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ മോൾ ഇതിന്റെ ടെമ്പോ കുറച്ചോ? അല്ല, ഈ ഒരു വീഡിയോ വേർഷൻ ഉണ്ട്, ഒരു ഓഡിയോ വേർഷൻ. ഒറിജിനൽ വേർഷൻ കേട്ടായിരുന്നോ? ഒറിജിനൽ വേർഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അത് കേട്ടായിരുന്നോ? അതിന്റെ ടെമ്പോ ഇതിലും ടെമ്പോ ഉള്ളതല്ലേ? അത് ലതാജി പാടിയ ഒറിജിനൽ വേർഷൻ അല്ല. ഒരു വീഡിയോ സോങ് ഉണ്ട്, ഒരു ഓഡിയോ വേർഷൻ ഉണ്ട്. ഓഡിയോ വേർഷന്റെ സ്പീഡിലാണ് ഞാൻ പാടിയത്. പിന്നെ മോളെ ഇത് ഒരു ത്രോ ഉള്ള സോങ് ആണ്. ലതാജി ഭയങ്കര ത്രോയിലാണ് പാടിയത്. മോള് കുറച്ച് മെലോ ആയിട്ട് പാടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, അതിൽ നോ ഡൗട്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇതിനൊരു എനർജി ഉണ്ട്. ലതാജി കൊടുക്കുന്നൊരു ത്രോ ഉണ്ട്. ആ ത്രോ ഭയങ്കരമായിട്ട്, ഇതൊരിക്കലും കമ്പയർ ചെയ്യല്ല, അതുപോലെ ഒരു വലിയ സിംഗറിനെ വെച്ച് കമ്പയർ ചെയ്യല്ല. പക്ഷെ ആ പാട്ടിനൊരു ത്രോ ഉണ്ട്. അതെനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ഒരു മോളെ ഒന്ന് പാടിക്ക് ഫസ്റ്റ് സ്വിംഗ് ഉണ്ട്. ഇങ്ങനെ വേണ്ട, ഒത്ര ഒച്ചത്തി പാടിക്കേ. വീണ്ടും ഓപ്പൺ ആയിട്ട് പാട്. ഓപ്പൺ അപ്പ്. बंगले के पीछे तेरी बेरी के नीचे हार पिया हार 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 पिया. അത് കഴിഞ്ഞ് അത് ഒറിജിനൽ അങ്ങനെയല്ല മോളെ, നല്ല ത്രോയിൽ അത് പാടുന്നത്. ഒരു വിളിയാണത്, ഒരു കോളാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ മോളിങ്ങനെ എല്ലാം ഒതുക്കി പാടി 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 എല്ലാം ഒതുക്കി മൊത്തത്തിൽ സോങ് അങ്ങ് ഒതുങ്ങിപ്പോയി. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടി ത്രോ വേണമായിരുന്നെന്ന് തോന്നി. അപ്പം സോങ് പഠിച്ച് പാടിയിട്ടുണ്ട്, ഡിക്ഷനും കാര്യങ്ങളും ഒക്കെ ശരി. ഇതിന്റെ ആ സെക്കൻഡ് സ്റ്റാൻസ് ഇല്ലേ, 3 സ്റ്റാൻസ് ഉണ്ടല്ലേ മൊത്തം? ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻസ് ഒന്ന് പാടാവോ മോള്? ഫസ്റ്റ് സ്റ്റാൻസ് ഒന്ന് പാടിക്കേ. അവിടെയൊക്കെ മോളെ ഒരു എനർജി, കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടൊന്ന് പാടിക്കേ, എല്ലാം ഇങ്ങനെ ഒതുക്കാതെ. അതൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ട് പാടേണ്ട വരികളാണ്. എല്ലാം മോള് ഒതുക്കുന്നുണ്ട്. അത് അങ്ങനെയാ വരണ, അങ്ങനെ കേക്കണേ. മനസ്സിലായോ? സോങ്ങിന്റെ കൾച്ചറേ മാറിപ്പോകുന്നുണ്ട്. അങ്ങനെയല്ല പാടി വെച്ചേക്കുന്നത്. അപ്പൊ സിംഗർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കമ്പോസർ എന്ത് രീതിയിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യണം കേട്ടോ. അപ്പൊ എനിക്ക് ആ പാട്ടിനുള്ള ഒരു എനർജി കിട്ടിയില്ല. അതാണ് മെയിൻ ഇന്ന് അന്യക്ക് പറ്റിയൊരു പ്രശ്നം. ബാക്കി സോങ് ഒക്കെ ഒപ്പിച്ച് പാടിയിട്ടുണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ആന്യ, നന്നായിട്ട് പാടി മോളെ. നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ നമ്മളിങ്ങനെ മോളെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും തെറ്റോ പിച്ച് ഔട്ടോ എന്തെങ്കിലും മോള് പാടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാട്ടിനകത്തിരുന്ന് തപ്പണം, ഇത് എവിടെയാണ് ഇവളത്. കാരണം ഒന്നിനും ഒരു സെപ്പറേഷൻ ഇല്ല. എസ് എ പോലെ അങ്ങ് എഴുതി വെച്ചിരിക്കുക. ഇത് ഫുൾ അല്ലേ, കണ്ടില്ലേ?
ഒരു വലിയ നീണ്ട കഥ. നീണ്ട കഥ. അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ മോളെ. പല്ലവി, അനുപല്ലവി, അല്ലെങ്കിൽ ഫസ്റ്റ് ചരണം, സെക്കൻഡ് ചരണം, അങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ടൈം തൊട്ട് ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ ശരത് സർ. കുഞ്ഞെ R.D. ബർമൻ എന്നുള്ള കമ്പോസർ, കാര്യം ഈ ഇലക്ട്രോണിക് സപ്പോർട്ടൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഭീകര സൗണ്ട്സ് ഒക്കെ കൊടുത്ത് നമ്മളെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഉഗ്രൻ കമ്പോസർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെന്ന് പറയുന്നത് എല്ലാ ജോണേഴ്സും ചെയ്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ള ഫാസ്റ്റ് നമ്പേഴ്സും ഉഗ്ര സൂപ്പർ മെലഡീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്തില്ല, അതേ ഉള്ളൂ. എൻ്റെ മോള് നല്ല പാട്ടുകാരിയാണ്. പിന്നെ എന്താ പറയുക, ഹെഡ് വോയിസ് ബ്രിഡ്ജിങ് ശരിയാക്കിയേ പറ്റത്തുള്ളൂ. ലതാജിയൊക്കെ അതിൻ്റെ ഉസ്താദാണ്. ഉസ്താദ് കേട്ടോ. ജാനകിയമ്മ, ലതാജിയൊക്കെ മോളെ കൊണ്ട് പറ്റും. പിന്നെ അവസാനം കാണിച്ച ഒരു പെട്ടെന്ന് അത് ഞെട്ടിപ്പോയോ? പേടിച്ചു. അത് സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. മക്കൾ ഇങ്ങനെയാണോ വീട്ടിൽ നടക്കുന്നത്? തലകുത്തി പറഞ്ഞു ഇഡ്ഡലി വേണം അമ്മ. ആണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ വീട്ടില് മൊത്തം സ്കേറ്റിംഗ്. സ്കേറ്റിംഗ്. ഓ ഓക്കെ. സ്കേറ്റിംഗ്. വല്ലപ്പോഴും ഈറ്റിങ്ങും കൂടെ വേണം കേട്ടോ. മക്കള് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആവണം കേട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ മോളെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഓക്കെ മാർക്സ് വെക്കാം. ഹരിച്ചേട്ടാ. ഇന്നത്തെ പെർഫോമൻസിന് 8. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. 8 മോളെ. താങ്ക് യു ഷാനിക്ക. അന്യ ടോട്ടൽ 16 മാർക്സ്.